അത് നമ്മുടെ MP സാർ അദ്ദേഹത്തിന് തിരക്കുണ്ടതുകൊണ്ട് ഞാൻ തൽക്കാലം എന്റെ പ്രസംഗം നിർത്തി. അദ്ദേഹത്തിന്റെ തിരക്കിനിടയിൽ വന്നതിലുള്ള നന്ദി രേഖപ്പെടുത്തി ഞാൻ അദ്ദേഹത്തിന് സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നു. അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ബാക്കി ഭാഗങ്ങൾ പൂർത്തീകരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ MP മാരോടും എല്ലാ മന്ത്രിമാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. പാറക്കടവിലെ 2 അഗതി കുട്ടികളെ ഈ ഭരണത്തിന് കീഴിൽ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. ആ ജയിലിലിട്ടത് നിരപരാധികളാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ശരിക്കും ബോധ്യപ്പെട്ടതാണെന്ന് അതിൽ പങ്കെടുത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് ചോദിച്ചാൽ അതിൽ നീതി പുലർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർ വ്യക്തമായി പറയും ആ കുട്ടികൾ നിരപരാധികളാണ്. അതിന് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ട്. ആ കുട്ടികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചേ പറ്റൂ. അതേ സമയത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിനെല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതില്ല എന്നത് മനസ്സിലാക്കാനുള്ള കഴിവും ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് എല്ലാ MP മാരോടും മന്ത്രിമാരോടും എല്ലാവരോടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കാര്യം പഠിക്കാതെ ഇടപെട്ടവരെല്ലാം പിന്നീട് ഖേദിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പടച്ചവൻ അവരെ ദുനിയാവിലും ആഖിറത്തിലും വിടൂല എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നേരത്തെ സംസാരിച്ചപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പാറക്കടവ് ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹം പരാമർശിച്ച വിഷയം സത്യത്തിൽ എന്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നതല്ല. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ പരിപാടിയെ സംബന്ധിച്ച് പോലും ബഹുമാനപ്പെട്ട അദ്ദേഹവുമായി എനിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസമാണ് ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ എത്തിച്ചേർന്നത്. ഈ പ്രശ്നം എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ സംസാരിച്ചതനുസരിച്ചാണെങ്കിൽ നിരപരാധികളായിട്ടുള്ള അനാഥ കുട്ടികൾ, യതീം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡ് ചെയ്ത് കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന്, ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. കുറ്റവാളികൾ ആരെന്ന് കണ്ടെത്തി യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് നമ്മൾ ആരും തന്നെ എതിരല്ല. നമുക്കറിയാം, പലപ്പോഴും ആഗോളതലത്തിൽ തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 9/11 ശേഷം അല്ലെങ്കിൽ അമേരിക്കയിൽ നടന്ന സാഹസികമായിട്ടുള്ള ഒരു ആക്രമണത്തിന് ശേഷം ആഗോള സമൂഹത്തിൽ തന്നെ മുസ്ലിം ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ പ്രതീകമായും പ്രതിനിധികളായും അതുപോലെ നിരവധിയായിട്ടുള്ള ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ മുൻ രാഷ്ട്രപതി അടക്കമുള്ളവർക്ക് പല സ്ഥലത്ത് നേരിടേണ്ടി വന്ന ഭീഷണിജനകമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻസൾട്ട് എന്ന് പറയുന്നതൊക്കെ ഒരു രാജ്യത്തിന് പോലും താങ്ങാൻ കഴിയുന്നതല്ല. പിന്നെയാണല്ലോ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പ്രതിലോമകരമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ ഈ സമൂഹത്തിൽ നേരിട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ രൂപപ്പെട്ട വിവാദവും ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. ചിലപ്പോൾ നിരുപദ്രവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപപ്പെടുന്ന വിവാദങ്ങളായിരിക്കാം ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത്തരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ എത്ര ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യങ്ങളെ മുതലാക്കിക്കൊണ്ട് പല താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശക്തികൾ അതിനെയൊക്കെ മുതലെടുക്കുന്നത് എന്നുള്ളതും സമീപകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാകേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. കാരണം ഏതിനും എന്തിനും പ്രതിക്കൂട്ടിൽ നിർത്താനും പ്രതിലോമകരമായ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രതിയാക്കി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള കുൽസിതമായ നീക്കങ്ങൾ, ബോധപൂർവമായ പരിശ്രമങ്ങൾ ഒരു സമൂഹത്തിനെതിരെ ഒരു കാലഘട്ടത്തിൽ നടന്നപ്പോൾ അതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കുന്നതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വലിയ ജനാധിപത്യ കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനിക്കാൻ വക നൽകുന്ന വസ്തുതയാണ്. ആ കേരളത്തിൽ നിരപരാധികളായിട്ടുള്ള അനാഥ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ യതീം കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു ആശ്രയവുമില്ലാത്ത അത്തരത്തിലുള്ള കുട്ടികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുന്നു എന്ന് പറയുന്നത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ കുറെ കൂടി യുക്തിസഹമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകാനും പരമാവധി ആശ്വാസവും നീതിയും
ഇതിന്റെ ഭാഗമായി ഉറപ്പുവരുത്താനും തീർച്ചയായിട്ടും നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാനിത് സൂചിപ്പിക്കുമ്പോൾ തന്നെ എന്നോട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു മതക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിരുദ്ധ ശക്തികളോ അല്ല ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് നിരപരാധികളായിട്ടുള്ള കുട്ടികൾ തെറ്റിദ്ധാരണയുടെ പേരിലോ മറ്റേതെങ്കിലും പ്രേരണയുടെ പേരിലോ ഏതു രൂപത്തിലായാലും നിരപരാധികൾ അകാരണമായി ഇത്തരത്തിലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് സാമൂഹ്യനീതിയുടെ നിഷേധമാണ്. അതുപോലെ മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ്. തീർച്ചയായും ആ പാറക്കടവ് പ്രശ്നം ഉൾപ്പെടെയുള്ളവ പരിഹരിക്കുന്നതിൽ ബന്ധപ്പെട്ടവരുമായി തീർച്ചയായും ചർച്ച ചെയ്യാൻ, അവരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും എന്റേതായിട്ടുള്ള പരിശ്രമങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാകുമെന്നുകൂടി സാന്ദർഭികമായി ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്കില്ല. എന്നാൽ പോലും ഇതൊരു പൊതുവായ സത്യമാണ്, പൊതുവായ നീതിയുടെ പ്രശ്നമാണ്. അകാരണമായി അനാഥ കുഞ്ഞുങ്ങൾ അകാരണമായി കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും കനത്ത നീതി നിഷേധം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ യുക്തിസഹമായി കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ തീർച്ചയായും എന്റെ പങ്കാളിത്തമുണ്ടാകുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഖാദിസി